മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് കളങ്കാവൽ. വിനായകനും മമ്മൂക്കയും തകർത്തഭിനയിച്ചു എന്ന് പറയപ്പെടുന്നു. കളങ്കാവൽ എന്ന സിനിമയുടെ ടൈറ്റിലാണ് ഇന്നത്തെ നമ്മളുടെ അന്വേഷണം. എന്താണ് കളങ്കാവൽ? കളങ്കാവൽ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു ആചാരമാണ്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വരുന്ന ഒരു ആചാരമാണ്. ദാരിക വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് അതിന് പിന്നിലുള്ളത്. ആരായിരുന്നു ദാരികൻ? 18 മഹാപുരാണങ്ങളിൽ ഒന്നായിട്ടുള്ള ലിംഗപുരാണത്തിലാണ് ദാരികന്റെ കഥ പറയുന്നത്. ദാരികൻ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ഒരുപാട് വരങ്ങൾ ചോദിച്ചു വാങ്ങാൻ. ദാരികനെ ഒരു സ്ത്രീക്ക് മാത്രമേ കൊല്ലാൻ സാധിക്കൂ. സാധാരണ ഒരു ആണിനും പെണ്ണിനും ജനിച്ച സ്ത്രീ ആവരുത്. ഒരു മനുഷ്യനും ദാരികനെ കൊല്ലാൻ പറ്റില്ല. ദാരികന്റെ ബ്ലഡ് നിലത്ത് വീണാൽ അതിൽ നിന്നും ആയിരക്കണക്കിന് ദാരികന്മാർ വീണ്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ദാരികന് 10,000 ആനകളുടെ ശക്തി ഉണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി ശക്തികളും മന്ത്രങ്ങളും ബ്രഹ്മാവിൽ നിന്ന് കരസ്ഥമാക്കിയ ശേഷം ദാരികൻ ഈ 14 ലോകങ്ങളിലും ഭയങ്കരമായ നാശം വിതയ്ക്കുകയാണ്. ദാരികന് എല്ലാ ചരാചരങ്ങളെയും ആക്രമിക്കുന്നു. ഗതികെട്ട് ശിവന്റെ അടുത്ത് പരാതി പറയാനെത്തുകയാണ് ആളുകൾ. ശിവന്റെ 3-ാം കണ്ണിൽ നിന്ന് ഭദ്രകാളി ഉടലെടുക്കുന്നത് അങ്ങനെയാണ്. ഈ ഭദ്രകാളിയാണ് പിന്നീട് ദാരികനെ വധിക്കുന്നത്. ഈ കഥയുമായി ബന്ധപ്പെട്ട ആചാരമാണ് കളങ്കാവൽ. ഇതിന് അവിടുത്തെ പുരോഹിതൻ, ക്ഷേത്രത്തിലെ പുരോഹിതൻ ഭഗവതിയുടെ തിടമ്പേറ്റി ഭഗവതിയുടെ ആഭരണങ്ങൾ അണിഞ്ഞ് 8 ദിക്കുകളിലേക്കും സഞ്ചരിക്കും എന്നാണ് വിശ്വാസം. ദാരികനെ തെരഞ്ഞ് അന്വേഷിക്കുന്നതാണ്, ദാരികനെ അന്വേഷിക്കുന്നതാണ്. അങ്ങനെ പതുക്കെ അമ്പലങ്ങളിലെ താളവാദ്യങ്ങളുടെ സഹായത്തോടു കൂടി ഈ പുരോഹിതൻ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു, ദാരികനെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഈ ആചാരം സിനിമയുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ സിനിമ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.